പോരുവഴി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. UDF പോരുവഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ധർണ. ടാങ്കറിലെത്തിച്ച മലിനജലം കുടിച്ച് വിദ്യാർത്ഥികൾ രോഗബാധിതരായ വിഷയത്തിൽ പഞ്ചായത്ത് ഭരണസമിതി അനാസ്ഥ കാട്ടുകയാണെന്ന് ആരോപിച്ചായിരുന്നു ധർണ. 7 മൈൽ സെന്റ് തോമസ് സ്കൂളിൽ ടാങ്കറിലെത്തിച്ച മലിനജലം കുടിച്ച് വിദ്യാർത്ഥികൾ രോഗബാധിതരായ സംഭവത്തിൽ പഞ്ചായത്ത് ഭരണസമിതി അനാസ്ഥ കാട്ടുകയാണെന്ന് ആരോപിച്ചായിരുന്നു UDF പോരുവഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. ശാസ്താനട ജംഗ്ഷനിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. DCC ജനറൽ സെക്രട്ടറി തുണ്ടിൽ നൌഷാദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഒരു നിയന്ത്രണവുമില്ലാത്ത ഗ്രാമപഞ്ചായത്തിന് അവിടേക്ക് കടന്നു ചെല്ലുവാൻ പറ്റുമോ എന്നുള്ളത് തീർച്ചയായും പറ്റും. പഞ്ചായത്ത് രാജ് ചട്ടം 219 വളരെ വ്യക്തമായി പറയുന്നുണ്ട്, കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം, കുടിവെള്ളം അത് ശുദ്ധമാണോ എന്ന് പരിശോധിക്കപ്പെടാൻ ആരുടെയും അനുവാദം കൂടാതെ ഏത് പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കും ഏത് സർക്കാർ സ്ഥാപനങ്ങളിലേക്കും കടന്നു ചെല്ലുവാനും അധികാരപ്പെടുത്തിയ നിയമം നിലവിലുള്ളത് ഗ്രാമപഞ്ചായത്തിനാണ്. ആ ഗ്രാമപഞ്ചായത്ത് ഒരു സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ സ്കൂളിൽ ഇത്തരത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടോ എന്ന് വിലയിരുത്തപ്പെടാൻ വേണ്ടിയിട്ടാണ് ഒരു ആരോഗ്യ വിദ്യാഭ്യാസം സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ വിഭാവന ചെയ്തിട്ടുള്ളത്. UDF പോരുവഴി മണ്ഡലം ചെയർമാൻ പുത്തൻപുരയിൽ സുബൈർ അധ്യക്ഷത വഹിച്ചു. UDF നിയോജകമണ്ഡലം ചെയർമാൻ എസ് സുഭാഷ്, മുസ്ലിം ലീഗ് കുന്നത്തൂർ നിയോജകമണ്ഡലം കൺവീനർ ആയിക്കുന്നം അസീസ്, DCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് കാഞ്ഞിരവിള അജയകുമാർ, PK രവി, DCC അംഗം സഹദേവൻ കോട്ടവിള, പത്മസുന്ദരൻ പിള്ള, ചക്കുവള്ളി നസീർ, K സദാശിവൻ, രാധാകൃഷ്ണൻ, ഡോക്ടർ MA സലീം, സദാശിവൻ പിള്ള, ചന്ദ്രശേഖരൻ പിള്ള, ബഷീർ വരിക്കോലിൽ, അബ്ദുൽ സമദ, കിണറുവിള നാസർ, രേണുക, മുഹമ്മദ് ഖുറേഷി, സജി വട്ടവിള, പറമ്പിൽ സുബേർ, RG ഗോപാലകൃഷ്ണപിള്ള, ബദറുദ്ദീൻ, സ്റ്റാൻലി അലക്സ്, അശ്വതി, റംസീന, സച്ചിദാനന്ദൻ, പോരുവഴി ഹുസൈൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.